വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്, നാലാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യുക, ഇൻകോർപ്പറേഷനെ കുറിച്ച്, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകൾ കണ്ടു. തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനീൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് കണ്ടത്. ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്ട് യു മീൻ ബൈ പ്രോസ്പെക്ടസ് എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഉണ്ടാക്കേണ്ട ഒരു നോട്ടീസാണെന്ത് ശരിക്കും പറയുകയാണെങ്കിൽ പ്രോസ്പെക്ടസ്. ഓക്കെ, അതായത് കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റ് ആണത്. അപ്പോൾ വാട്ട് യു മീൻ ബൈ പ്രോസ്പെക്ടസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ കമ്പനി ഹാസ് ടു ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഫോർ ദ പർപ്പസ് ടു ഇൻവൈറ്റ് ജനറൽ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ്സ് ക്യാപിറ്റൽ. കമ്പനിയുടെ ക്യാപിറ്റൽ വാങ്ങാനായിട്ട് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ്. അതിൽ കമ്പനിയുടെ എല്ലാ ഗുണഗണങ്ങളും എല്ലാ ദോഷങ്ങളൊക്കെ വേണം. അപ്പോൾ അത് നോക്കിയിട്ട് എന്താണ് താല്പര്യമുള്ള ആൾക്കാർ വന്ന് എന്താണ് കമ്പനീൻ്റെ ഷെയറുകൾ വാങ്ങുക ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 23 പ്രോസ്പെക്ടസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എനി ഡോക്യുമെൻറ്റ് ഡിസ്ക്രൈബ്സ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ് ആൻഡ് ഇൻക്ലൂഡ് എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടർ റെഫേർഡ് ഇൻ സെക്ഷൻ 31 ഓർ ഷെൽഫ് പ്രോസ്പെക്ടസ് റെഫേർഡ് ഇൻ സെക്ഷൻ 31 ഓർ എനി നോട്ടീസ് സർക്കുലർ അഡ്വർടൈസ്മെൻറ്റ് ഓർ ഡോക്യുമെൻറ്റ് ഇൻവൈറ്റിംഗ് offers from public or subscription or purchase of any securities of a body corporate. അതായത് എന്ത് ഡോക്യുമെൻറ്റും പബ്ലിക്കിന് എന്താണ് ഈ പറഞ്ഞ ഷെയർ വാങ്ങാനായിട്ട് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്റിൻ്റെ പേരാണെന്ത് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ. ഇനി ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ചില റൂൾസാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് ഇറ്റ് മസ്റ്റ് ബി ഇഷ്യൂഡ് വിത്തിൻ 90 days ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. ഇതും രജിസ്ട്രാർ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ശേഷം മാത്രമേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എന്താണ് ഈ രജിസ്റ്റർ ചെയ്തിട്ട് 90 ദിവസത്തിനുള്ളതാണ് നമ്മളിത് ഇഷ്യൂ ചെയ്യണം, പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ എവരി ഡയറക്ടർ, എല്ലാ ഡയറക്ടറും സൈൻ ചെയ്യണം. ഫിൽഡ് വിത്ത് ദ രജിസ്ട്രാർ, രജിസ്ട്രാറിന് ഫയൽ ചെയ്യുമ്പോൾ എല്ലാ ഡയറക്ടേഴ്സും സൈൻ ചെയ്യണം. പിന്നെ എന്താണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ മസ്റ്റ് ബി അക്കംപനൈഡ് ബൈ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ രജിസ്ട്രേഷൻ ഈ പ്രോസ്പെക്ടസ് കൊടുക്കുമ്പോൾ ഒരു കൺസെൻറ്റ് വേണം എക്സ്പേർട്ടിൻ്റെ. പിന്നെ എന്താണ് കോപ്പി ഓഫ് കോൺട്രാക്റ്റ് റിലേറ്റിംഗ് ടു അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് മാനേജീരിയൽ പേഴ്സണൽ. മാനേജേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്ത് അവർക്ക് എത്ര റെമ്യൂണേഷനും വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ വേണം. പിന്നെ എവരി മെറ്റീരിയൽ കോൺട്രാക്റ്റ് വേണം. എന്തെങ്കിലും കോൺട്രാക്റ്റ് കമ്പനിക്കൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ കോൺട്രാക്റ്റിൻ്റെ പേപ്പറുകൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്താണ് ഓഡിറ്ററിൻ്റെ കൺസെൻറ്റ് വേണം, സമ്മതം വേണം. ലീഗൽ അഡ്വൈസറിൻ്റെ സമ്മതം വേണം, കൺസെൻറ്റ് വേണം. അതിന് കൃത്യമായി ഡേറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് എ കോപ്പി മസ്റ്റ് ബി അക്കംപനീഡ് ഇൻ എവരി ഫോം ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഷെയർ. അപ്പോൾ ഷെയർ വാങ്ങേണ്ട ആപ്ലിക്കേഷനിൽ നിന്നാണ് ഈ പ്രോസ്പെക്ടസിൻ്റെ കോപ്പി കൃത്യമായിട്ട് എല്ലാത്തിലും വെക്കണം. അത് വായിച്ചിട്ട് വേണം ആൾക്കാരെന്ത് നമ്മുടെ പ്രോസ്പെക്ടസ് വാങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ റൂൾസ്. ഇതൊക്കെ ചോദിക്കുക, ഡെഫിനിഷൻ ചോദിക്കും, എന്താണ് മീനിങ് ചോദിക്കും, റൂൾസ് ചോദിക്കും. ഇതൊക്കെ എന്താണ് വളരെ കൺസൈസ് ആയിട്ടാണ് നോട്ട് തരുന്നത്. അപ്പോൾ എന്താണ് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ഇനി പലതരം പ്രോസ്പെക്റ്റുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ഡീംഡ് പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ എന്താണ് ഒരു ഡീംഡ് പ്രോസ്പെക്ടസ് എന്നുള്ളതാണ്. ഇഫ് എ കമ്പനി യൂസസ് ആൻ ഇൻ്റർമീഡിയറി ലൈക്ക് ആൻ ഇഷ്യൂയിങ് ഹൗസ്, അതായത് ഒരു കമ്പനി ഒരു ഇഷ്യൂ, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഒരു പുറമെ ഒരാളെ ഏജൻസീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്ത് വിറ്റ് തരാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിയാണിത്. അപ്പോൾ അത്തരം ഏജൻസികൾ എന്താണ് ഒരു ഡോക്യുമെൻ്റ് ഇറക്കും പബ്ലിക്കിൽ. ആ പ്രോസ്പെക്ടസിൽ എന്താണ് നമുക്ക് ഡീംഡ്, കരുതപ്പെടുന്ന എന്നാണ് ഡീംഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കരുതപ്പെടുന്ന. അപ്പോൾ കരുതപ്പെടുന്ന പ്രോസ്പെക്ടസ് ആയിട്ട് എന്താണ് പരിഗണിക്കാം. വാട്ട് യു മീൻ ബൈ ഷെൽഫ് പ്രോസ്പെക്ടസ്? അടുത്ത ക്വസ്റ്റ്യനാണ്. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്താണ്? ഷെൽഫ് എന്ന് വെച്ചാൽ എന്താണ്? ഷെൽഫ് പ്രോസ്പെക്ടസ് മീൻസ് എ പ്രോസ്പെക്ടസ് ഓഫ് വിച്ച് ദ സെക്യൂരിറ്റീസ് ഓർ ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് ദെയറിൻ ആർ ഇഷ്യൂഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ഇൻ വൺ ഓർ മോർ ഇഷ്യൂ. നമ്മൾ പണ്ടൊക്കെ ഇഷ്യൂ ചെയ്ത പ്രോസ്പെക്ടസ് വീണ്ടും പൊടി തട്ടി ഷെൽഫ് നിന്ന് എടുക്കാമെന്ന് പറയില്ലേ, എടുത്തിട്ട് വീണ്ടും ഡേറ്റൊക്കെ മാറ്റി എന്താണ് വീണ്ടും രജിസ്റ്റർ ചെയ്യുക. അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഇറ്റ് ഹാസ് ബീൻ ഇഷ്യൂഡ് മൾട്ടിപ്പിൾ ടൈംസ് പ്രീവിയസ്ലി. ഓക്കെ, അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഇനി അടുത്തതാണ് വാട്ട് യു മീൻ ബൈ ഇൻഫർമേഷൻ മെമ്മറാൻഡം എന്നുള്ളതാണ്. എന്താണ് ഒരു ഇൻഫർമേഷൻ മെമ്മറാൻഡം? എ കമ്പനി ഫയൽ ഇൻ ഷെൽഫ് പ്രോസ്പെക്ടസ് ഷാൽ ബി റിക്വയർഡ് ടു ഫയൽ ആൻ ഇൻഫർമേഷൻ മെമ്മറാൻഡം കണ്ടെയ്നിങ് ഓൾ മെറ്റീരിയൽ ഫാക്ട്. അതായത് ഷെൽഫ് പ്രോസ്പെക്ടസ് ഇറക്കുന്ന ആൾക്കാരാണ് ഇൻഫർമേഷൻ മെമ്മറാൻഡം ഇഷ്യൂ ചെയ്യേണ്ടത്. കാര്യം എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും പുതിയ മാറ്റങ്ങളോടുകൂടില്ല, ന്യൂ ചാർജസ് ക്രിയേറ്റഡ്, ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ എല്ലാം കാണിക്കുന്ന ഇൻഫർമേഷൻ മെമ്മറാൻഡം നമ്മുടെ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ ഇറക്കണം എന്നാണ് പറഞ്ഞത്. കാരണം പണ്ട് മുതൽ യൂസ് ചെയ്യുന്ന പ്രോസ്പെക്ടസ് ആണല്ലോ ഷെൽഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ അത് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നതല്ല. അപ്പോൾ പുതിയ എല്ലാ ഇൻഫർമേഷൻസും അടങ്ങുന്ന സാധനമാണെന്ത് ഇൻഫർമേഷൻ മെമ്മറാൻഡം. അതിൻ്റെ കൂടെയാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് ഇറക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം ഒരു എന്താണ് ഇൻഫർമേഷനാണ് ഇൻഫർമേഷൻ മെമ്മറാൻഡം എന്ന് പറയാം. ഇനി എന്താണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്താണ്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഈസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഹാവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ പ്രൈസ് ആൻഡ് ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റി ഓഫേർഡ്. അതായത്
പ്രൈസിനെ കുറിച്ച്, ഷെയറിൻ്റെ വിലയെക്കുറിച്ച്, എത്ര ക്വാണ്ടിറ്റിയിലാണ് ഷെയർ ഇറക്കുന്നത്, ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റി അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻസ് ഇല്ലാത്ത പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ്. പിന്നെ എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ആണ്. എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്താണ്? എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് മീൻസ് എ മെമ്മറാൻഡം കണ്ടെയ്നിങ് സച്ച് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ പ്രോസ്പെക്ടസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ സെബി ഓൺ ബിഹാഫ് ഓഫ് എ പ്രോസ്പെക്ടസ്. അപ്പോൾ നമ്മളൊരു പ്രോസ്പെക്ടസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സെബീൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. അത് നമ്മൾ വെച്ചിട്ട് എന്താണ് കണ്ടൻറ്റുകൾ നമ്മളത് കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ വാട്ട് യു മീൻ ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയു ഓഫ് പ്രോസ്പെക്ടസ്? സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയു എന്ന് വെച്ചാൽ പകരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് പ്രൊമോട്ടേഴ്സ് ക്യാൻ റേസ് ക്യാപിറ്റൽ ഫ്രം റിലേറ്റീവ്സ് ഇറ്റ് നീഡ് നോട്ട് ഇഷ്യൂ പ്രോസ്പെക്ടസ്. ഇൻ സച്ച് എ കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയു ഓഫ് പ്രോസ്പെക്ടസ് ക്യാൻ ബി ഫയൽഡ്. അപ്പോൾ ഈ പ്രൊമോട്ടർ കമ്പനി തുടങ്ങുന്ന സമയത്ത് എന്താണ് അത് സഹായിക്കുന്ന ആൾ അയാളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നാണ് ഈ പൈസ അല്ലെങ്കിൽ ഷെയർ വാങ്ങിപ്പിക്കുന്നതെങ്കിൽ ഒരു പ്രോസ്പെക്ടസ് ഇറക്കേണ്ട, ആ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയു ഓഫ് പ്രോസ്പെക്ടസ് ഇറക്കിയാൽ മതി. വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസ് എന്തൊക്കെയായിരിക്കണം? പ്രോസ്പെക്ടസിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഒരു രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പേരും അഡ്രസ്സും വേണമെന്നുള്ളതാണ്. പിന്നെ ഡേറ്റ് ഓഫ് ഓപ്പണിങ്ങും ക്ലോസിങ് ഇഷ്യൂ വേണം. എന്നാണ് ഇഷ്യൂ തുടങ്ങുന്നത്, എന്നാണ് അത് ക്ലോസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് വേണം. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. ആരത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ. അതൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ അണ്ടർ റൈറ്റിങ്ങിനെ കുറിച്ച് വേണം. അണ്ടർ റൈറ്റേഴ്സ് ആരാന്ന് വെച്ചാൽ ഷെയർ വിൽക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്താണ്? ഡയറക്ടേഴ്സിൻ്റെ കൺസെൻറ്റ് വേണം. ഓഡിറ്റേഴ്സിൻ്റെയും ബാങ്കേഴ്സിൻ്റെയൊക്കെ സമ്മതപത്രങ്ങൾ വേണം. പിന്നെ ദ അതോറിറ്റി ഫോർ ദ ഇഷ്യൂ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ റെസൊല്യൂഷൻ പാസ്റ്റ്. അതായത് ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടിയിട്ടാണിത് പ്രോസ്പെക്ടസ് ഇറക്കുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ വേണമെന്നുള്ളതാണ്, കമ്പനി മീറ്റിംഗ്. ഇനി അടുത്തൊരു ചോദ്യമാണ് വാട്ട് ഡു യു മീൻ ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പേർട്ട്? എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പേർട്ട്? എ പ്രോസ്പെക്ടസ് ഷുഡ് കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ എക്സ്പേർട്ട്. ഒരു പ്രോസ്പെക്ടസിൽ എന്ത് വേണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. ആരത്? ഒരു എക്സ്പേർട്ടിൻ്റെ ഹു ഹാസ് ബീൻ എൻഗേജ്ഡ് ഓർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫോർമേഷൻ ഓർ പ്രൊമോഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അതായത് അയാൾ ആ എക്സ്പേർട്ട് കമ്പനീൻ്റെ പ്രൊമോഷൻ സ്റ്റേജിലോ മാനേജ്മെൻറ്റിലോ ഒക്കെ എന്താണ് ഒരു എൻഗേജ്മെൻ്റ് ഉള്ള ആളായിരിക്കണം. പിന്നെ എന്താണ് എൻഗേജ്മെൻറ്റ് മീൻസ് എന്താണ്? അയാൾ ഒരു താല്പര്യ കക്ഷിയായിരിക്കണം. ആൻഡ് ആസ് ഗിവൺ ഈസ് റിട്ടേൺ കൺസെൻറ്റ്. അയാളെ റിട്ടേൺ കൺസെൻറ്റ് അതിൽ വേണം. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പേർട്ട്. ഇനി വാട്ട് യു മീൻ ബൈ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്? മിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് മീൻസ് അൺട്രൂ ഫാക്റ്റ് ആണ്. അതായത് തെറ്റായ വിവരങ്ങളാണ് പ്രോസ്പെക്ടസിൽ. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ടൈപ്പിംഗ് എററൊക്കെ വരാമല്ലോ. ഹു ആർ ദ പേഴ്സൺസ് ലയബിൾ ഫോർ മിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏതൊക്കെ വ്യക്തികളാണ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ലയബിലിറ്റി ഉള്ളത്? എവരി പേഴ്സൺ ഹു ഇസ് ഡയറക്ടർ. എല്ലാ ഡയറക്ടേഴ്സിനും എന്താണ് ഒരു പ്രോസ്പെക്ടസിൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനും അതൊരു ബാധ്യത ഉണ്ട് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പിന്നെ പ്രൊമോട്ടർക്ക് ബാധ്യത ഉണ്ട്. പിന്നെ എന്താണ് എ പേഴ്സൺ ഹു ഇസ് ഓതറൈസ്ഡ് ഹിംസെൽഫ് ടു ബി നെയിംഡ് ഇൻ ദ പ്രോസ്പെക്ട്. ഏതെങ്കിലും വ്യക്തി അയാളുടെ പേര് പ്രോസ്പെക്ടസിലുണ്ടെങ്കിൽ അയാൾക്കുന്നുണ്ട് ഒരു മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈസ് ഓൾസോ ലയബിൾ. പിന്നെ എക്സ്പേർട്ട്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്ന എക്സ്പേർട്ട് ഉണ്ടല്ലോ, അയാൾക്കൊന്നാണ് ബാധ്യത ഉണ്ട്. ഇനി വാട്ട് ആർ ദ റെമഡീസ് ഫോർ മിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഒന്ന് കമ്പനിക്കെതിരെ എന്തെങ്കിലും ലീഗൽ ആക്ഷൻ എടുക്കാം. പിന്നെ കോൺട്രാക്റ്റ് റദ്ദാക്കാം. അതായത് ഇപ്പോൾ ഈ സെക്യൂരിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് നമ്മൾ പൈസ കൊടുത്ത് ഷെയർ വാങ്ങിയാൽ ആ കോൺട്രാക്റ്റ് റദ്ദാക്കാം, റെസിഷൻ ചെയ്യാം. പിന്നെ ഈ ഫ്രോഡിലൂടെയാണ് ഈ മിസ് സ്റ്റേറ്റ്മെൻറ്റ് വന്നെങ്കിൽ അതിനെതിരെയുള്ള ആക്ഷൻസ് നമുക്ക് എടുക്കാം, ഡാമേജസ് എന്തെങ്കിലും വരുന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്തും എക്സ്പേർട്ടിൻ്റെ അടുത്ത് വരെ നമുക്ക് ഇതിന് റെമഡി അല്ലെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് മിസ് സ്റ്റേറ്റ്മെൻറ്റിനുള്ള ലയബിലിറ്റീസ്? അപ്പോൾ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ എക്സ്പേർട്ടിനോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനോ ഒക്കെ എന്ത് സംഭവിക്കാം? ചിലപ്പോൾ സിവിൽ ലയബിലിറ്റി വരാം, സിവിൽ കേസ് വരാം, അല്ലെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റി വരാം. ഫ്രോഡാണെങ്കിൽ ഇത് വരും, ക്രിമിനൽ ലയബിലിറ്റി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്, ഒന്ന് പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസിനെ കുറിച്ചിട്ട് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ.